ഈശ്വരനെ ആരാധിക്കുകയും കൊണ്ടാടുകയും അദ്ദേഹത്തിൽ ധ്യാനനിരതനായിരിക്കുകയും ചെയ്യുന്നത് എങ്ങനെയെന്ന് കുചേലന്റെ കഥ വ്യക്തമാക്കുന്നു. ഭഗവാൻ പരമോത്കൃഷ്ടമായി കരുതുന്നത് എന്താണെന്ന് കുചേലൻ അറിഞ്ഞിരുന്നു. അർപ്പണം ചെയ്യുന്ന വസ്തുവിന്റെ വിലയോ ഗുണമോ അല്ല, അതിന്റെ പിന്നിലുള്ള ഭാവമാണ് പ്രധാനം. വിശന്ന് വലയുന്ന കൃഷ്ണന് കൊടുക്കാൻ പാത്രത്തിന്റെ അടിയിൽ ഒട്ടിയിരുന്ന ഒരു ചീരയില കഷ്ണമല്ലാതെ ദ്രൗപദിയുടെ കയ്യിൽ ഒന്നുമുണ്ടായിരുന്നില്ല. പക്ഷേ ആ ചെറിയ ഇലക്കഷ്ണം അദ്ദേഹത്തിന്റെ വിശപ്പ് ശമിപ്പിച്ചു. തുലാസിന്റെ തട്ടിൽ സമർപ്പണ ബുദ്ധ്യ രുക്മിണി വെച്ച ഒരു തുളസിയില കൃഷ്ണന്റെ ഒപ്പം തൂക്കമുള്ളതാക്കി തീർത്തത് അവരുടെ ഭക്തിപാരമ്യമാണ്. ഭക്തിസമേതം കുചേലൻ കൊടുത്ത അവൽ ഭഗവാന് വളരെ സ്വാദുള്ളതായി തോന്നി. റിസർവ് ബാഗിന്റെ മുദ്രയുള്ള ഒരു കഷ്ണം കടലാസ് അത് വൃത്തികെട്ടതാണെങ്കിൽ പോലും അത് 100 രൂപ വിലയുള്ളതായിരിക്കാം. പക്ഷേ വൃത്തിയുള്ള അതേ വലിപ്പത്തിലുള്ള മറ്റൊരു കഷ്ണം കടലാസിന് ആ വിലയില്ല. മുദ്രയ്ക്കാണ് വിലയെന്ന് മനസ്സിലാക്കണം. കുചേലന്റെ അവിലിന് ഭക്തിയുടെ മുദ്ര ഉണ്ടായിരുന്നു, അതിനാൽ വിലയുള്ളതായി തീർന്നു. ജീവിത വൃക്ഷത്തിൽ വളരുന്ന പ്രേമമാകുന്ന ഫലം ഭഗവാൻ അർപ്പിക്കുക. പ്രേമപ്രഭ പരക്കട്ടെ. ദുഃഖം, അസൂയ, ഗർവം മുതലായ വവ്വാലുകൾ ഇരുട്ടിലേക്ക് പറന്നകന്നുകൊള്ളും.